CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 62 ദിവസം നീണ്ടുനിന്ന സമരം അവർ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സമരം തുടരും. ഓൺലൈനായി സമരം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും 62 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ പലതരം സമരരൂപങ്ങൾ, സമരമാർഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അവർ ഇങ്ങനെ ഒരു 4 വാക്ക് എഴുതി പിണറായി ജയിച്ചു ഞങ്ങൾ തോറ്റു എന്ന് ഈ സമരപ്പന്തലിൽ എഴുതിയിട്ട് ഉദ്യോഗാർത്ഥികൾ, യുവാക്കൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. ഇതിൽ ഇനിയും ചില പ്രതീക്ഷകൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ട്. അത് പ്രകാരം ഇനിയും 2 വർഷത്തെ കൂടി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വീട്ടിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അത്ര ചില പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെങ്കിലും ഔദ്യോഗികമായി ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. എന്താണ് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള പ്രതീക്ഷ? അതെ, നമുക്കിനി തികച്ചും നിയമപരമായിട്ടുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ അവർക്കെതിരെ നമ്മൾ 62 ദിവസം സമരം ചെയ്തു. സത്യത്തിൽ നമ്മൾ തോറ്റു, സംസ്ഥാന സർക്കാർ ജയിച്ചു, നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കുള്ള ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രമാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നമുക്കൊരു ഇന്ററിം ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും തുടർ നിയമനത്തിന് അർഹതയുണ്ട്, ഈ ലിസ്റ്റിൽ തുടർ നിയമനത്തിന് അർഹതയുണ്ട് എന്നുള്ളൊരു ഇന്ററിം ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. നമ്മൾ അതിശക്തമായിട്ട് നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് 1-2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൂടെ നമ്മുടെ പ്രതിഷേധം നമ്മൾ ശക്തമായിട്ട് രേഖപ്പെടുത്തും. യുവജന സംഘടന, ഡിവൈഎഫ് ഉൾപ്പെടെ സംഘടനകൾ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല, ഒട്ടും സഹായിച്ചില്ല. എന്താണ് അവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച? എങ്ങനെയാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ 11.5 മാസത്തോളം കാലം നമ്മൾ അവരുടെ പുറകെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലും നമ്മൾ കയറുന്നുണ്ടായിരുന്നു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. സഹായിക്കാം എന്ന് പറയുന്നതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സിഎമ്മിനെ കാണാനെങ്കിലും ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു, അതും അവർ സഹായിച്ചില്ല. അപ്പൊ നമ്മള് ഇപ്പൊ യുവജന സംഘടനകളുടെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാന ദൌത്യം എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്കുണ്ടാവുന്ന ക്ഷേമങ്ങൾ അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അവരുടെ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു പ്രതിനിധി പോലും നമ്മുടെ സമരപ്പന്തൽ സന്ദർശിക്കുകയോ നമുക്ക് വേണ്ട എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുകയോ അറ്റ്ലീസ്റ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പോലും ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് തീർത്തും വിഷമമുണ്ട്. കാരണം ഡിവൈഎഫ്ഐ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഉള്ളൊരു ലിസ്റ്റായിരുന്നു ഇത്. എന്നിട്ട് പോലും അവരെ പോലും സഹായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ യുവജനങ്ങളുടെ മൊത്തത്തിലായിട്ടുള്ള ഒരു ക്ഷേമം ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന അന്വേഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും, അതായത് കേരളത്തിലെ ഇത്രയും അധികം യുവജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാരിനെതിരെ നമ്മൾ ഉറപ്പായിട്ട് മാഞ്ഞടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം 10,000-ഓളം ഉദ്യോഗാർത്ഥികളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ബാക്കി വരുന്ന യുവജനങ്ങളെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് സഹായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇതാണ് ഗവൺമെന്റിനോടുള്ള അവരുടെ സമീപനം. ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അവരുടെ നിലപാട് എന്തായിരിക്കുന്ന കാര്യം പറഞ്ഞത്. ഇവിടെ ഈ സമരപ്പന്തലിൽ ഒരുപാട് പേപ്പറുകൾ, ഇവിടെ റെസിപ്റ്റുകൾ ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നത് നവകേരള സദസ്സിന്റെ വിവിധ ജില്ലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ നവകേരള സദസ് നടക്കുമ്പോൾ അവിടെ ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളാണ്, അതിന്റെ രസീതുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതായത് നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ പരാതികൾ നൽകിയതാണ്. അതിനുശേഷം ഈ 62 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം ഇത്രയും ചെയ്തിട്ടും പഠിച്ച് പരീക്ഷ എഴുതി സ്വാഭാവികമായും സർക്കാരിന് അവരുടെ കണക്കുകളുണ്ടാകാം, കൊടുത്ത നിയമനത്തിന് കണക്കുകളുണ്ടാകാം, പരീക്ഷ എഴുതിയ എല്ലാവർക്കും നിയമനം നൽകാനാകില്ലെന്ന മറുപടി ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ വിഭാഗം യുവാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഈ ഒരു പരീക്ഷ എഴുതി CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളാണ് ഏറെക്കുറെ അവസാനിക്കുന്നത്. ഇനി സാങ്കേതികമായ, നിയമപരമായ ചില കച്ചിത്തുരുമ്പുകൾ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ വികാരം അവർ ആ രീതിയിൽ പ്രകടിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാരിന്, ഭരണപക്ഷ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്.